നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 23, 2025 വ്യാഴം. അങ്ങനെ ദിവാലിയോട് അനുബന്ധിച്ച് വലിയ ഒരു അവധിക്ക് ശേഷം ഇന്ന് മുതൽ ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും തിരിച്ചു വരികയാണ്. മാത്രമല്ല, ദിവാലിയോടനുബന്ധിച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികളുടെയൊക്കെ കോർപ്പറേറ്റ് ഇവന്റ്സുകളൊക്കെ ഇന്നു മുതൽ വീണ്ടും പുനരാരംഭിക്കും. എസ്പെഷ്യലി ക്വാർട്ടർ 2 ഏർണിംഗ്സിന്റെ പ്രസിദ്ധീകരണത്തിലൊക്കെ ഇന്നലെ നടന്ന പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളുടെ റിസൾട്ടുകൾ, ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ചൊവ്വാഴ്ച ദിവാലിയോടനുബന്ധിച്ച് മുഹൂർത്ത ട്രേഡിംഗിലും ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് തുടർച്ചയായി 5 ട്രേഡിംഗ് സെക്ഷനുകളിൽ നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതുമാത്രമല്ല, ചൊവ്വാഴ്ചയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 96.72 കോടി രൂപയ്ക്ക് ബൈയിങ് തുടർന്നുകൊണ്ട് തുടർച്ചയായി 5ാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും ബയേഴ്സ് ആയിട്ട് നിലനിൽക്കുകയുണ്ടായി. അതേസമയം മുഹൂർത്ത ട്രേഡിംഗിൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇതിന് വിപരീതമായി 607.01 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ആണ് നടത്തുകയുണ്ടായത്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ ഇന്ത്യ US ട്രേഡ് ഡീലിലുള്ള ശുഭാപ്തി വിശ്വാസം നിലനിൽക്കുന്നതിനാൽ തന്നെ മാത്രമല്ല അതിനുള്ള നടപടികളും നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഈ ഒരു ഡീൽ നടക്കുകയാണെങ്കിൽ നിലവിൽ 50% എന്ന താരിഫിൽ നിന്നും ഇന്ത്യയുടെ മുകളിലുള്ള താരിഫ് 15 മുതൽ 16% ചുരുങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിലവിൽ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഇന്ന് 26,000 എന്ന റേഞ്ചിന് മുകളിലുള്ള ഓപ്പണിംഗ് ആണ് നിലവിൽ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയി വന്നു കഴിയുമ്പോഴുള്ള അവസ്ഥ നമ്മൾ കണ്ടു തന്നെ അറിയണം. അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം ഇന്ന് നിഫ്റ്റി 26,000 എന്ന ലെവലിന് താഴെയായിട്ടാണ് ഓപ്പണിംഗ് രേഖപ്പെടുത്തുന്നതെങ്കിൽ 26,000 എന്ന ലെവൽ നിഫ്റ്റിക്ക് അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നിഫ്റ്റിക്ക് ഇന്ന് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുള്ളൂ. എന്നാൽ അതേസമയം ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്തുകൊണ്ട് 26,000 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ 26,200 തുടർന്ന് 26,300 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനും ആവുകയില്ല. അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 25,750 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടും 25,700 എന്ന ലെവൽ ക്രൂഷ്യൽ സപ്പോർട്ടുമായിട്ട് മാറിയേക്കാം. 25,700 എന്ന ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയുണ്ടായത്. ഇന്നലെ UK നിന്നും സെപ്റ്റംബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. തുടർച്ചയായി 3ാമത്തെ മാസവും സെപ്റ്റംബറിലും UK ഇൻഫ്ലേഷൻ 3.8% എന്ന നിലയിൽ സ്റ്റഡി ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായത്. ഇന്ന് പ്രധാനമായും ആകെ ഒരു ഗ്ലോബൽ ഇവന്റ് നിലനിൽക്കുന്നുള്ളൂ. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 7:30 US നിന്നും സെപ്റ്റംബർ മാസത്തെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡേറ്റയാണ് വരാനിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ US നിന്നും വന്ന നടപടികൾ പ്രകാരം റഷ്യയിലെ ഏറ്റവും വലിയ 2 എണ്ണ കമ്പനികൾക്ക് US ഉപരോധം ഏർപ്പെടുത്തുകയുണ്ടായി. അതുകൂടാതെ US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെയും 3ാം തവണയും ഇന്ത്യയെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായി. റഷ്യയിൽ നിന്നുമുള്ള ഓയിൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട് അവർ അത് നിർത്താൻ പോകുന്നുവെന്നും അതൊരു പ്രക്രിയയാണ്, അതുകൊണ്ട് തന്നെ ഈ വർഷാവസാനത്തോടുകൂടി ഇന്ത്യ റഷ്യയിൽ നിന്നുമുള്ള എണ്ണയുടെ ഇറക്കുമതി കുറയ്ക്കുമെന്നുള്ള അവകാശവാദം ഇന്നലെയും ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഉന്നയിക്കുകയുണ്ടായി. സോ ഈ സ്റ്റേറ്റ്മെന്റിന്റെ നടപടികളെ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ പ്രധാന കമ്പനികളുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് മോശമായി വന്നതിനെ തുടർന്ന് നെറ്റ്ഫ്ലിക്സിൽ ഇന്നലെ 9% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. അതുകൂടാതെ സെമി കണ്ടക്ടേഴ്സ് സ്റ്റോക്കുകളായ AMD, മൈക്രോൺ തുടങ്ങിയ സ്റ്റോക്കുകളിലും ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് അതിനെ തുടർന്ന് ഇന്നലെ S&P 500നും നാസ്ഡാക്കിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചറും നഷ്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഇന്നലെ UK മാർക്കറ്റിന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് മോശമായി വന്നതിനെ തുടർന്ന് ഇന്നലെ ഫ്രാൻസ് മാർക്കറ്റിന് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. അതേസമയം ടെക്നോളജി, കൺസ്യൂമർ സ്റ്റോക്കുകളിൽ ഉണ്ടായ ഇടിവിനെ തുടർന്ന് ഇന്നലെ ജർമ്മൻ മാർക്കറ്റിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി.
ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ന് ജപ്പാൻ മാർക്കറ്റും കൊറിയൻ മാർക്കറ്റും 1% നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കമോഡിറ്റിയിൽ അതേസമയം ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ അതിശക്തമായ ഉയർച്ചയാണ് രേഖപ്പെടുത്തുന്നത്, 3%. അതേസമയം ഗോൾഡിന്റെ വിലയിൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് $4070 എത്തിച്ചേരുകയുണ്ടായി. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.97 എന്ന നിലയിലും മാക്സ് പെയിൻ 25,700 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. മുഹൂർത്ത ട്രേഡിംഗിൽ ഉണ്ടായ ഫോളിനെ തുടർന്ന് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും വോൾട്ടാലിറ്റിയെ സൂചിപ്പിച്ചുകൊണ്ട് മൈനർ അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബെയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും അതേസമയം RSI 72.26 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുകയുണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലേക്ക് 26,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 26,400 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. എന്നാൽ അതേസമയം 25,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിലേക്ക് കാണുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിലും മൈനർ അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള സ്മോൾ ബെയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം RSIക്ക് 76.17 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുവാൻ സാധിച്ചു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 58,000 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം 57,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 57,500 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. മാർക്കറ്റ് ടൈമിൽ റിയൽ ടൈം അപ്ഡേറ്റ്സ് നൽകുവാനായിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യപ്പെടുന്നവർക്ക് കമന്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ജെയിൻ റിസോഴ്സസ് റീസൈക്ലിംഗ് Q2 ഏർണിംഗ്സ് ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റിൽ 77.7% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 51.8% വളർച്ചയും രേഖപ്പെടുത്തി. അതിനു പുറമെ ഗുജറാത്തില് പുതിയ റീസൈക്ലിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് C&Y ഗ്രൂപ്പ് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് കമ്പനി ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെട്ടു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇപാക് പ്രീഫാബ് ടെക്നോളജീസ് Q2 ഏർണിംഗ്സ് ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റിൽ 104.2% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 61.9% വളർച്ചയും രേഖപ്പെടുത്തി. ഭാരത് ഇലക്ട്രോണിക്സ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഭാഗത്ത് നിന്നും 633 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. കിർലോസ്കർ ഫെറോസ് ഇൻഡസ്ട്രീസ് ONGCയുടെ ഭാഗത്ത് നിന്നും 358 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. HCL ടെക്നോളജീസ് UAE ഏറ്റവും വലിയ ഇസ്ലാമിക് ബാങ്കായ ദുബായ് ഇസ്ലാമിക് ബാങ്കുമായിട്ട് കമ്പനി സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് അനൗൺസ് ചെയ്യുകയുണ്ടായി. ബാങ്കിന്റെ ആവാസ വ്യവസ്ഥയിലുടനീളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്വീകരിക്കുന്നത് ത്വരിതപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാഗിൾ പ്രീപെയ്ഡ് ഓഷ്യൻ സർവീസസ് അടുത്ത 5 വർഷത്തേക്ക് സാഗിൾ ഫ്ലീറ്റ് പ്രോഗ്രാം നൽകുന്നതിനായിട്ട് കമ്പനി മേഗാ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് പുതിയ കരാറിൽ ഏർപ്പെട്ടു എന്നുള്ള വാർത്തകൾ. ലോയ്ഡ്സ് മെറ്റൽസ് ആൻഡ് എനർജി അള്ളർ ഇൻഡസ്ട്രിയൽ സർവീസസിൽ നിന്നും ത്രിവേണി എർത്ത് മൂവേഴ്സിൽ നിന്നും ത്രിവേണി പെല്ലറ്റുകളുടെ 49.99% വരുന്ന ഓഹരികൾ ഏറ്റെടുക്കൽ കമ്പനി പൂർത്തിയാക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.